എന്താണ് ജൈവവൈവിധ്യം എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ ഗതികേടിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ജൈവവൈവിധ്യം എന്നത് നമ്മുടെ അസറ്റായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ കളഞ്ഞ് കുളിച്ച് ഏതോ ഒരു ലോകത്തിന് വേണ്ടി വെറുക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു ജനങ്ങൾ അതൊക്കെ തന്നെ നശിപ്പിക്കാനുള്ള പുറപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഈ ജലദിനത്തിൽ നമുക്കൊക്കെ തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളിലൂടെയും പ്രതികരിക്കാൻ സാധിക്കും. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചാന്നൊക്കെ തന്നെ നമ്മൾ പറയും, ജലത്തെക്കുറിച്ചും വായുവിനെക്കുറിച്ചൊക്കെ തന്നെ. പക്ഷേ ആ കനിഞ്ഞ് അനുഗ്രഹിച്ചതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പുറപ്പാടിലാണ് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ പക്ഷേ ഇന്ന് ഇതൊക്കെ തന്നെ ബോധവാന്മാരാണ്. കുട്ടികൾക്കുണ്ടായ അറിവ് എനിക്ക് തോന്നുന്നത് മറ്റൊരാൾക്കും ഉണ്ടാവുന്നില്ല. കൊച്ചു കുട്ടികൾ ഇതിൻ്റെ ഒക്കെ തന്നെ സന്ദേശവാഹന്മാരല്ല. ഞാൻ ഈ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് കേരള കർഷകൻ എന്ന കൃഷിയുടെ മാഗസിൻ എല്ലാ വിദ്യാലയങ്ങളിലും എത്തിക്കുകയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് പ്രതികരിച്ചു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത്. വിദ്യാർത്ഥികൾ അത് വായിച്ച് പ്രതികരിച്ചത് അതിൽ പ്രതികരണങ്ങൾ മാത്രമല്ല, അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. കുട്ടികൾ ഇന്ന് കൃഷി വകുപ്പിൻ്റെയും നല്ലതിൻ്റെയും സന്ദേശവാന്മാരാണ്. പുഴകളെക്കുറിച്ചും നദികളെക്കുറിച്ചും നമ്മൾ പറയുന്നത് വായുതോറാതെ പറയുന്ന 44 പുഴകളും ഒക്കെ തന്നെയുള്ള പ്രദേശമാണ് കേരളം എന്നൊക്കെ തന്നെ പറയും. പക്ഷെ ഇതൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടെ ജല വകുപ്പിൻ്റെ ഒരു പ്രത്യേക പരിപാടിയും ഇന്നത്തെ ദിവസത്തിലുള്ള പ്രാധാന്യം എടുത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.